ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും തൈരും ചേർത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ റെസിപ്പിക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും തന്നെ നമ്മൾ വഴറ്റുകയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു സവോള, ചെറിയൊരു സവോള, 2 പച്ചമുളക്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, തക്കാളി, പിന്നെ ഒരു ക്യാപ്സിക്കം. പച്ചമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാം. ഇതോടൊപ്പം മല്ലിയില കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചേർക്കണം. ക്യാപ്സിക്കം ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഈ റെസിപ്പിയുടെ ടേസ്റ്റ് വളരെ അടിപൊളിയായിരിക്കും. അടുത്തതായി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് 1 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അടുത്തതായി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. നല്ല കട്ടിയുള്ള തൈരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി 1 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിനെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തതിനെ ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ തക്കാളി ചെറുതായി അരിഞ്ഞ, പച്ചമുളക്, പിന്നെ സവാള ചെറുതായി അരിഞ്ഞത്, അതുപോലെ ചെറുതായി ചോപ്പ് ചെയ്ത, അതായത് ഗ്രേറ്റ് ചെയ്ത നമ്മുടെ ക്യാരറ്റ്, പിന്നെ ക്യാപ്സിക്കം, പിന്നെ മല്ലിയില. ഇതൊക്കെയാണ് നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. വെജിറ്റബിൾസ് അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർക്കാം. ഇതിനോടൊപ്പം നമ്മൾ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതേ രീതിയിലുണ്ടായിരിക്കും. ഈ ഒരു അളവിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അടുത്തതായി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മൾ ഈ റെസിപ്പി ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം ചൂടാകാനായിട്ട് വയ്ക്കാം. ഇത് നിങ്ങൾക്ക് സ്റ്റീമറിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ റെസിപ്പി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പാത്രം എടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷേപ്പിലുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം. സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഞാൻ ഒരു കേക്കിൻ്റെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ചാട്ട് മസാലയും ചേർക്കാം. അതല്ലാതെ പാവ് ഭാജി മസാല ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ചാട്ട് മസാലയാണ് കുറച്ചൊന്ന് തൂക്കി കൊടുക്കുന്നത്. ഈ സമയത്ത് ഇഡലി പാത്രത്തിൽ ഒഴിച്ചു വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒരു ഇഡലി തട്ട് അതിലേക്ക് വയ്ക്കാം. ഇഡലി തട്ടിൽ നമുക്ക് ഒഴിച്ചുണ്ടാക്കാവുന്നതാണ്. ഇഡലി തട്ടിൽ ഒഴിച്ച് ഇഡലി പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും എളുപ്പമാണ്. എന്നാൽ ഇത് കട്ട് ചെയ്ത് കഴിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇഡലി പാത്രം അടച്ച് വയ്ക്കാം. ഇനി ഇത് 25 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോഴിതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ ഡിമോൾഡ് ചെയ്തെടുക്കരുത്. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് അതിൻ്റെ ചൂടൊന്ന് തണുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കണം. എന്നിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് കട്ട് ചെയ്ത് കാണിക്കാം. വളരെ നല്ല സോഫ്റ്റും ടേസ്റ്റും അതുപോലെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്. അകത്തൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെജിറ്റബിൾസും അതുപോലെ റവയും തൈരും ഒക്കെയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതുമാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകുന്നേരം ചായക്കൊപ്പവും കഴിക്കാം. അതുപോലെ രാത്രി ഡിന്നറിനൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതിനോടൊപ്പം നമുക്ക് ഏത് കറി വേണമെങ്കിലും ചേർത്ത് കഴിക്കാവുന്നതാണ്. തേങ്ങാ ചട്നി ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കോളേജിലും അതുപോലെ സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്.
കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.